ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കരം ഒരു അടിപൊളി ത്രില്ലർ വരുന്നുണ്ട്. വിനീത് ശ്രീനിവാസനാണ് ഡയറക്ടർ, ഷാൻ റഹ്മാനാണ് മ്യൂസിക്. നോക്കാം, കണ്ടോക്കാം. യൂസ് ഹെഡ്ഫോൺസ് ഫോർ ബെറ്റർ എക്സ്പീരിയൻസ്. एक महीना हो चुका है मिस्टर यादव, हर रोज कम से कम 20 लोगों का फोन आता है. ये सब क्या हो रहा है मिस्टर यादव? ദേവ്, നാട്ടിലെ മിലിറ്റന്റ് ആക്ടിവിറ്റീസിനെ കുറിച്ച് നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. എല്ലാവരും ഒരു മാസ് മർഡർ ആണ് അവർ ഉദ്ദേശിക്കുന്നത്. പുതുമുഖ നടനാവുന്നത് സിന്ദാബാദിൽ നമ്മൾ നടത്തിയ അറ്റാക്ക് ഇതൊരിക്കലും മറക്കില്ല. അതോ ഏതെങ്കിലും പ്രമുഖരുടെ മകനറ്റാണോ? സോ പ്ലീസ് ബി വെരി വെരി കെയർഫുൾ. പുള്ളി ഏതാവും? അവരെ നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ടാവും. ഇതെന്താ എന്നോട് പറയുന്നത്? അങ്ങനെ പലതും നീ എന്നോട് ഇപ്പോഴല്ല പറയുന്നത്. നിനക്ക് നിന്റെ കാര്യം മാത്രം, നിന്റെ അപ്പനെ പോലെ തന്നെ. It was your decision, not my fault. സാറേ, എങ്ങോട്ട് വേണേലും പോ. കാര്യം എന്താണെന്ന് എന്നോടൊന്ന് പറ. He can't speak. ബാബുരാജ്, ഇത് വേറൊരു രാജ്യമാണ്. Don't put all of us in danger, please. ഇത് മറ്റേ ഇവാനല്ലേ? മറ്റേ നമ്മുടെ കേരളയുടെ പഴയ കോച്ച് ഇവാൻ. ചക്കരൊക്കെ പിടിച്ച് അഭിനയിപ്പിച്ചില്ല. ഒരു തോക്ക് പോലും കണ്ടിട്ടില്ലാത്ത നമ്മൾ എന്ത് ചെയ്യാനാ? വേണ്ട സാറേ, ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇതിന് റൺസേ ബോക എന്നാ പറയുന്നേ. ഹാൻഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കരം. റിലീസിംഗ് വേൾഡ് വൈഡ് 25th സെപ്റ്റംബർ. അടുത്ത മാസം റിലീസ് ഉള്ള ടീച്ചർ കണ്ടുപോയി. അങ്ങനെ 3 കാര്യങ്ങൾ മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ മേക്കിങ്. അടിപൊളി മേക്കിംഗ് ആയിട്ടുണ്ട്. അത് ടീച്ചറിലെ കുറച്ച് സീൻ, ആ ഫോറിനുള്ള അടുത്തുള്ള സീനുകളൊക്കെ അടിപൊളി മേക്കിംഗ് ആയിട്ടുണ്ടത്. അതൊന്നും എടുത്തു പറയേണ്ട കാര്യം തന്നെ. പിന്നെ ഒരു ചേഞ്ച് എന്ന് പറഞ്ഞ രീതിക്ക് വിനീത് ശ്രീനിവാസൻ ചിന്തിച്ചിരിക്കുന്നത് അത്ഭുതപ്പെടാനും ഇല്ല. കാരണം തീരാന്ന് പറഞ്ഞ മൂവി നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത് വിനീത് ശ്രീനിവാസൻ്റെ നല്ലൊരു സ്ക്രിപ്റ്റും നല്ലൊരു വെറൈറ്റി മേക്കിംഗ് ഒക്കെ ആയിരുന്നു ആ പടം. അതിന് ശേഷം പിന്നെ നോർമലി പുള്ളി ചെയ്യുന്ന പോലെ റൊമാൻറ്റിക് മൂവീസ്, ഫീൽ ഗുഡ് മൂവീസ്, ആ രീതിക്ക് അങ്ങനെയാണ് ചെയ്തു വന്നിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഫേസസിന് കൂടുതൽ ഒരു അവസരം പുള്ളി നൽകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പടങ്ങളെല്ലാം തുടക്കം തന്നെ മലയാളീസ് ക്ലബ്ബൊക്കെ അറിയാലോ, എന്താ പറയുക, ന്യൂ ഫേസിനെ വെച്ച് വന്നൊരു പടമായിരുന്നു. പുതുമുഖങ്ങൾക്ക് എല്ലാ തസ്തികയിലും അവസരം കൊടുക്കുന്നുണ്ട് പുള്ളി. ഇപ്പോൾ മ്യൂസിക് ശരി, കഴിഞ്ഞ 2 പടങ്ങളിലും മ്യൂസിക്, ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ പടയിൽ അതിൽ മ്യൂസിക് വെച്ചിരിക്കുന്ന പയ്യൻ അത് പുതിയ മ്യൂസിക് ഡയറക്ടറാണ്. ഞാൻ അതിന് മുമ്പ് ഹൃദയ മൂവിയിലും ഹിഷാം എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ, അവനും അങ്ങേര് പുതിയ തന്നെയാണ് ചെയ്തേക്കണത്. അപ്പോൾ കുറേ ന്യൂ ഫേസിന് കുറേ അവസരം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നത്തെ എനിക്കെടുത്ത് പറയാനുള്ള മ്യൂസിക്കാണ്. അത് ഷാൻ റഹ്മാൻ, വിനീത് ശ്രീനിവാസൻ ഒരു കോമ്പിനേഷൻ എപ്പോഴും ഉള്ള ഒരു കോമ്പിനേഷൻ തന്നെയാണ്. കൂടുതലും ഒരു മൂവീസ് അവരുടെ തന്നെയാണ് മെയിൻ കോമ്പിനേഷൻ വരാറ്. മലയാളീസ് ക്ലബ്ബ് തൊട്ട് തന്നെ ഉണ്ട് മിക്ക മൂവീസിലും അവരുടെ കോമ്പിനേഷൻ ഉണ്ട്. മ്യൂസിക്കും കുറച്ച് എടുത്ത് പറയേണ്ട ഒരു രീതിക്ക് മ്യൂസിക്കിൻ്റെ ലെവലൊന്നും മാറ്റിയിട്ടുണ്ട് ഷാൻ റഹ്മാൻ. കാരണം ഒരു മേക്കിംഗ് പോലെ തന്നെ ഒരു ഹോളിവുഡ് സ്റ്റൈലൊരു ആ ബീറ്റും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ആ രീതിക്ക് ആയി കാണാറുണ്ട് ടീച്ചറിൽ. ഇപ്പം എന്തായാലും ഒരു മാറ്റം പോലെ ആണ് ഈ മൂവി ചെയ്തേക്കണത്. ഒരു പുതിയ സെഗ്മെൻറ്റ് അതാണ് ത്രില്ലറിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വിനീത് ശ്രീനിവാസൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷ വയ്ക്കാം
അങ്ങനെയാണ് പുള്ളിയുടെ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തെങ്കിലും പടം ഈ അടുത്ത മാസം റിലീസാണ്, നമുക്കപ്പോൾ കണ്ടിട്ട് ബാക്കി അതിൻ്റെ അഭിപ്രായം പറയാം. കണ്ടിട്ട് എന്തെങ്കിലും ഒരു റിവ്യൂ കൂടി നമുക്ക് ചെയ്യാം. ഓക്കെ, ബൈ.